മുത്തുനബി ചെറുപ്പത്തിൽ തന്നെ ജോലി തേടിപ്പോകുന്നു. അങ്ങനെ ആദ്യം ലഭിച്ച ജോലി ഏതാണ്? ആടിനെ തീറ്റുന്ന ജോലിയാണ്. തുച്ഛമായ വരുമാനം കിട്ടും, പക്ഷെ അത് നല്ലൊരു പരിശീലനമാണ്. ഇനി വലിയൊരു ജനസഞ്ചയത്തെ നിയന്ത്രിക്കാനുള്ള എല്ലാ പരിശീലനവും ആടിനെ മേക്കുന്നതിലൂടെ ലഭിക്കും. കാരണം ആട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇളകി കളിക്കുന്ന ഒരു സാധനം. ആടിനെയൊക്കെ നമ്മൾ കാറ് കെട്ടി കൊണ്ടുപോകുമ്പോൾ അതിന്റെ വിഷമം നമുക്കറിയാം. ഒന്ന് മതി, രണ്ടാടി നടന്നാൽ അങ്ങനെ ഒരൊറ്റ നിർത്താം, പിന്നെ പിടിച്ചു വലിച്ച് മൂട്ടി തിരിച്ചിട്ട് കൊണ്ടുപോകണം. ഇങ്ങനെ വലിയ ആടിന്റെ പറ്റത്തെ നയിച്ച് ശീലിച്ച ഒരാൾക്ക് ജനങ്ങളെ നയിക്കാൻ എളുപ്പമുണ്ടാകും, നല്ല ക്ഷമ ഉണ്ടാകും. ഇതിനു വേണ്ടി എല്ലാ അമ്പിയാക്കളും അള്ളാഹു ആടിനെ മേപ്പിച്ചിരുന്നു എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ആ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് തന്റെ മൂത്താപ്പക്ക് ചെറിയൊരാശ്വാസം കൊടുക്കുകയാണ് നബി തങ്ങൾ ആദ്യം ചെയ്തത്. അങ്ങനെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറിയ ചെറിയ കച്ചവടമായി, ചെറിയ ചെറിയ ജോലിയായി, നാട്ടുകാർക്കിടയിൽ സമ്പർക്കം പുലർത്തി. എല്ലാവർക്കും ഈ കുട്ടിയോട് വലിയ ഇഷ്ടമായി. അതോടെ നാട്ടുകാർ സ്വയം ഈ കുഞ്ഞിനൊരു പേര് നൽകുകയാണ്, അൽ അമീൻ. അതേ, ഒരേ ഒരു വിശ്വസ്തൻ, ആർക്കും ഒരു ശങ്കയുമില്ല, ആർക്കും ഒരു തെറ്റിദ്ധാരണയുമില്ല, എന്തും ഏൽപ്പിക്കാവുന്ന വിശ്വസ്തൻ, ജീവിതത്തിൽ സത്യമല്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ലാത്ത വിശ്വസ്തൻ, അൽ അമീൻ എന്ന് വിളിക്കപ്പെടുന്ന ആ കുട്ടിയോടാണ്, കുട്ടിയുടെ കൈവശമാണ് പിന്നീട് മക്ക നിവാസികൾക്ക് അവരുടെ ബാങ്കും അവരെ ലോക്കറുമെല്ലാം മുത്തുനബിയാണ്. അവരെല്ലാ സാധനങ്ങളും വിശ്വാസപൂർവം ഏൽപ്പിക്കാൻ പറ്റിയൊരിടം. അത് കൊടുത്താൽ തീർച്ചയായും ചോദിക്കുന്ന അതേ സമയത്ത് കൊടുത്തത് കൃത്യമായി തിരിച്ചു. വേറെ ആരെടുത്ത് കൊടുത്താലും പിന്നെ തർക്കാം, അല്ല നിങ്ങൾ അത്ര തന്നെ തന്നീനോ, ഞാനത് തിരിച്ച് തന്നില്ലേ, ഇങ്ങനെ ചോദിച്ചിട്ട് പിന്നെ പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനല്ല. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ആര് എന്ത് ഏൽപ്പിച്ചാലും യഥാവിധി തിരിച്ചു കൊടുക്കും. യുവത്വത്തിന്റെ ഒരു ചാബല്യവും അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒരിക്കൽ പോലും ഒരു ഉത്സവപ്പറമ്പിലേക്കും അവിടുന്ന് പോയിട്ടില്ല. നാട്ടുകാര് മുഴുവനും കൂത്താടുന്നു, മദ്യപിക്കുന്നു, തുള്ളിച്ചാടുന്നു. ആ വഴിക്ക് പോലും ഈ യൗവന കാലഘട്ടത്തിൽ തിരുനബി പോയിട്ടില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കൊടുത്ത ഇസ്മത്തിന്റെ ഭാഗമാണ്, പാപ സുരക്ഷിതത്വത്തിന്റെ ഭാഗമാണ്. വിഗ്രഹാരാധന ഒരിക്കലും അവിടുന്ന് നടത്തിയിട്ടില്ല. മദ്യം അവിടുന്ന് തൊട്ടുനോക്കിയിട്ടില്ല. ഗാനമേളക്ക് പങ്കെടുത്തിട്ടില്ല. ഒരിക്കൽ ഒരു കല്യാണ വീട്ടിൽ ഗാനമേള നടക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബിനെ ആടിനെ മേക്കുന്ന കാലമാണ്. കൂട്ടുകാരായ ചിലർ ക്ഷണിച്ചു, നമ്മൾ കല്യാണത്തിന് പോകുകയല്ലേ. ദൂരെ നിന്ന് തന്നെ ഈ വാദ്യസംഗീതങ്ങളോടുള്ള പാട്ട് കേട്ടപ്പോ മുത്തുനബിക്കൊരു ക്ഷീണം വന്നു. അവിടുന്ന് ഒരു പാറക്കല്ലിലിരുന്നു. പിന്നീട് ഉറക്കം തെളിയുന്നത് പിറ്റേന്ന് സൂര്യൻ ഉദിച്ചതിന്റെ ശേഷമാണ്. അള്ളാഹു കൊടുത്ത സംരക്ഷണം. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹ് പറഞ്ഞയച്ചിട്ടില്ല. ഒക്കെ നിയന്ത്രണം അല്ലേ, വേറെ ആരും ഇടപെടില്ല. ഒരബദ്ധവും സംഭവിച്ചില്ല. 20ാമത്തെ വയസ്സിൽ അന്ന് മക്കയിൽ വലിയൊരു സംഭവം ഉണ്ടായി. അതെന്താ? അന്ന് ആസിഫ് ഇബ്നു വാഇൽ എന്നു പേരുള്ള ഒരു ഖുറൈശി പ്രമുഖൻ സുബൈദി എന്ന് പറയുന്ന ഒരാളെ ചരക്ക് വിലക്ക് വാങ്ങി. ഞാനൊരു മാസം കഴിഞ്ഞിട്ട് പൈസ തരാ എന്ന് കടം പറഞ്ഞു വാങ്ങിയതാണ്. 1 മാസമല്ല, 2 മാസമല്ല, 3 മാസം കിട്ടി ഇയാള് പൈസ കൊടുക്കുന്നില്ല. സുബൈദി മക്കയിലെ ഓരോ പൗരപ്രമുഖരെയും സമീപിച്ച് സങ്കടം പറഞ്ഞു, എന്റെ ചരക്ക് വാങ്ങിയിട്ട് ഇതുവരെ കാശ് തന്നിട്ടില്ല, കാശ്. ഖുറൈശി പ്രമുഖരൊക്കെ പറഞ്ഞു, അതിപ്പോ ആസിബിന് വായിൽ എന്ന് പറഞ്ഞാല് അയാളോട് സംസാരിക്കാം. അപ്പൊ ഞങ്ങൾക്കാർക്കും അയാൾ ഇവിടുത്തെ നാട്ടുമൂപ്പനാണ്, ഞങ്ങളാരും പറഞ്ഞാൽ കേൾക്കൂല എന്ന് പറഞ്ഞ് എല്ലാവരും കൈമലർത്തിയപ്പോൾ ചില മാന്യന്മാര് യോഗം ചേർന്ന് തീരുമാനിച്ചു, അങ്ങനെ ആരെങ്കിലും പരസ്യമായി ചതിക്കപ്പെടുന്നത് കണ്ടാൽ അവരുടെ സമ്പത്ത് വാങ്ങിക്കൊടുക്കാൻ ഒരു കൂട്ടായ്മ വേണം. അങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച ഒരു ചടങ്ങ് നടന്നു. അതിന് ഹൽഫുൽ ഫുലൂൽ എന്നാ പറയുക. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
20-ാമത്തെ വയസ്സിൽ ആ കൂട്ടായ്മയിൽ ചേർന്ന് പ്രവർത്തിച്ചു. നന്മക്ക് വേണ്ടിയുള്ള കൂട്ടായ്മയിൽ റസൂലുള്ളാഹി അന്നേ നിലകൊണ്ടു. പിന്നീട് ആ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞത് കാണാം, ലൗ ദുഈതു ബിഹി ഫിൽ ഇസ്ലാമി ലഅജബ്തു. ഇത്തരം നല്ല കൂട്ടായ്മയിലേക്ക് ഇസ്ലാമിക കാലഘട്ടത്തിൽ തന്നെ എന്നെ ക്ഷണിക്കപ്പെട്ടാൽ ഞാനത് സ്വീകരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊക്കെ പാടാം. നാട്ടിൽ അങ്ങനെ എന്തെങ്കിലും പൊതു നന്മക്ക് വേണ്ടിയുള്ള കൂട്ടായ്മ രൂപീകരിക്കപ്പെടുമ്പം നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുകയല്ല, അതിൽ അണിചേർന്ന് നന്മക്ക് വേണ്ടി നാട്ടുകാരോടൊപ്പം നമ്മൾ ഉണ്ടാകണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യൗവനം കളങ്കമില്ലാത്തതാണ്, നിഷ്കപടമാണ്. അൽ അമീൻ എന്ന പേര് മാതാപിതാക്കളല്ല കൊടുത്തത്, നാട്ടുകാരാ. നമ്മളൊക്കെ അവസ്ഥ എന്തായിരിക്കും? നമ്മൊക്കെ നാട്ടുകാരിൽ പേരിട്ടുണ്ടാവും, ത്വരപ്പൻ, തിരുപ്പൻ. എന്തുകൊണ്ടാ ഈ പേര് വരുന്നത്? നമ്മളെ ജോലി അതാണ്, നാട്ടിൽ ത്വരപ്പുണ്ടാക്കുക, തിരുപ്പുണ്ടാക്കുക. അപ്പൊ അതിനനുസരിച്ച് പേര്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ നാട്ടില് നന്മയും നീതിയും നടപ്പാക്കുക. അപ്പൊ അൽ അമീൻ എന്ന പേര് റസൂലുള്ളാഹിന്റെ വ്യത്യസ്തതയാണ്. അങ്ങനെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗവനത്തിന്റെ ഏറ്റവും പുഷ്കലമായ കാലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ അന്ന് മക്കയിൽ ഒരു കല്യാണം നടന്നു. ആ കല്യാണം നടന്നുകൊണ്ടിരിക്കുമ്പോ സ്ത്രീകളെല്ലാവരും ഒത്താശക്ക് വേണ്ടി കല്യാണപ്പുരയിൽ ചെല്ലും. അവിടുന്ന് പെണ്ണുങ്ങൾ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോ ആ നാട്ടുകാർക്ക് ആർക്കും പരിചയമില്ലാത്തൊരാള് അങ്ങോട്ട് നടന്നു വന്നു. കല്യാണപ്പുര പെണ്ണുങ്ങൾ എടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇതാ ആഖിർ സമാനിൽ വരാറായ പ്രവാചകൻ വരാറായിട്ടുണ്ട്. അദ്ദേഹവുമായി ഇണ ആയി ജീവിക്കാൻ, ഭാര്യയായി ജീവിക്കാൻ നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിന് പരിശ്രമിച്ചോളൂ. പെണ്ണുങ്ങളോട് ഈ അപരിചിതം ഒന്ന് പറഞ്ഞു. അപ്പൊ പെണ്ണുങ്ങൾ ഇതൊരു തമാശയാക്കി എടുത്തു. എല്ലാ പെണ്ണുങ്ങളും ചരക്കല്ലാരും പോടാ അവിടുന്ന്, എൻ്റെ ഒരു വിവാഹാന്വേഷണം എന്ന് പറഞ്ഞ് ഇവര് കല്ലെടുത്ത്. ആ കൂട്ടത്തിൽ കല്ലെറിയാതെ അവിടുന്ന് ഇങ്ങനെ ഒരു പെണ്ണ് ആലോചിച്ച് നിൽക്കും. ഏതാണ് ആ പെണ്ണെന്നറിയങ്ങള്? അതാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. അവരിങ്ങനെ ആലോചിച്ചു, അങ്ങനെ ഉണ്ടല്ലോ. കാരണം ഈ ഖദീജ ബീവി നേരത്തെ തന്നെ ഒരു പ്രതിമയുടെ മുമ്പിലും തലകുനിച്ച ആളല്ല. സ്ത്രീകളെ കൂട്ടത്തിൽ നിന്ന് ആ കാലഘട്ടത്തിലെ ജാഹിലിയത്തിലൊന്നും പങ്കെടുക്കാതെ മാറി നിന്ന ഒരു മഹദിയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അല്ലാഹു കരുതി വെച്ച വിഭവമായിരുന്നു അത്. വേറെയും ധാരാളം ആളുകൾ അന്ന് മക്കയിൽ തന്നെ ഇത്തരത്തിലുള്ള വഴിപിഴച്ച വിശ്വാസങ്ങളുടെയും ദുരാചാരങ്ങളുടെയും പിന്നാലെ പോകാതെ മാറി നിന്നവരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ എളാപ്പയുടെ മകനായ വറഖത്ത് ബിൻ നൗഫൽ എന്ന മഹാൻ. അദ്ദേഹവും അന്ന് ഈ ബിംബങ്ങൾ ആരാധിക്കാനും കള്ളുകുടിക്കാനും ദുരാചാരങ്ങൾക്കൊന്നും പോയില്ല. അദ്ദേഹവും മാറി. ഖദീജ ബീവിയുടെ മനസ്സിൽ ഈ അന്ധവിശ്വാസങ്ങൾക്കൊക്കെ ഒരു മുക്തി വേണമല്ലോ, അതിനൊരു ദൈവദൂതൻ വരുമെന്ന് എളാപ്പയുടെ മകനായ വറഖത്ത് ബിൻ നൗഫലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ അപരിചിതൻ പറഞ്ഞതിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. അവര് പിന്നെ ആലോചിക്കാൻ തുടങ്ങി, അങ്ങനെ ഒരു നബി വരികയാണെങ്കിൽ നമ്മളെ മക്കയിൽ പാർക്കാൻ സാധ്യത. വേഗം ചിന്തയിലേക്ക് വന്നു. സാധ്യത ഒരൊറ്റ ആക്കിയുള്ളൂ. നാട്ടുകാരൊക്കെ അൽ അമീൻ എന്ന് വിളിക്കുന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തിനെ ഒരു നബിയാവാനുള്ള യോഗ്യതയും സാധ്യതയും കാണുന്നുള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഒന്ന് പഠിക്കണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് മഹദി തന്റെ പ്രധാനപ്പെട്ട സേവകനായ ജോലിക്കാരനായ ആളെ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിട്ടു. നബിതങ്ങളെ സമീപത്തേക്ക് നല്ല ഒരു തൊഴിൽ തരാം. ഖദീജ ബീവി അന്ന് മക്കയിലെ ഏറ്റവും വലിയ സമ്പത്തുള്ള ആസ്തിയുള്ള കച്ചവടക്കാരിയാണ്. മഹദി നേരിട്ട് കച്ചവടത്തിന് പോകാറില്ല, തൊഴിലാളികളെ വിടാറാണ് പതിവ്. വലിയ ആസ്തിയുണ്ട്.
ആ കച്ചവട സംഘത്തിൽ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അന്ന് വലിയൊരു ബഹുമതിയാണ്. ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അൽ അമീനൊക്കെയുള്ള വിവരം പറഞ്ഞയച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ സന്തോഷമായി മൂത്താപ്പ അബൂ ത്വാലിബിനോട് വിവരം പറഞ്ഞു. അദ്ദേഹത്തിനും സന്തോഷമാണ്. നല്ലതാണ്, ഇനി കച്ചവട രംഗത്തേക്ക് പോകാം. ഇതുവരെ ആടിനെ മേച്ച് ചെറിയ പരിപാടിയായിട്ട് പോവല്ലേ. അങ്ങനെ കച്ചവടത്തിന് പോകാൻ വേണ്ടി അവസരം കിട്ടിയപ്പം മൈസറത്തിന്റെ കൂടെ, അത് ഖദീജ ബീവിയുടെ കച്ചവട സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നയാളാണ്, അദ്ദേഹത്തിന്റെ കൂടെ ശാമിലേക്കുള്ള കച്ചവട സംഘത്തിൽ മുത്തുനബിയെയും കൂട്ടി മൈസറത്തിന് വിളിച്ച് സ്വകാര്യമായി ഖദീജ ബീവി പറഞ്ഞു, മൈസറ, ഈ ചെറുപ്പക്കാരനെ യാത്രയിലുടനീളം നിരീക്ഷിക്കണം. എല്ലാം ഒപ്പിയെടുത്ത് യാത്രക്ക് ശേഷം എന്റെ അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യണം. മൈസറ അത് ഏറ്റു. അങ്ങനെ അതാ യാത്ര പുറപ്പെട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, ആ യാത്ര മുഴുവനും വ്യതിരിക്തമായ ഒരു യാത്രാനുഭവമായിരുന്നു. തിരിച്ചെത്തിയതിന് ശേഷം മൈസറത്ത് പറഞ്ഞു കൊടുക്കുന്നു, ഭവതി, നിങ്ങൾക്കറിയോ, മഹാ അത്ഭുതമാണ് ഈ ചെറുപ്പക്കാരൻ. ഞങ്ങൾ മക്കയിൽ നിന്ന് സിറിയയിലേക്ക് യാത്ര പുറപ്പെട്ട ആ നിമിഷം മുതൽ അവിടെ എത്തുന്നത് വരേക്കും തിരിച്ച് ഇവിടെ എത്തുന്നത് വരേക്കും ഒരു സെക്കൻഡ് പോലും ഞങ്ങൾക്ക് വെയിൽ കൊള്ളേണ്ടി വന്നിട്ടില്ല. ഞങ്ങളെ മുകളിൽ എപ്പോഴും മേഘം കൂടെ സഞ്ചരിക്കുന്നു. എന്തൊരത്ഭുതമാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നു. വേറെ ഒരത്ഭുതം എന്താണെന്നറിയുമോ? മുമ്പ് മുത്തുനബി യാത്ര പോകുമ്പോൾ മടങ്ങി വന്ന ഒരു സ്ഥലമാണ് ബുസ്റ. അതേ ബുസ്റയിലെത്തിയപ്പോ ഒരു മരത്തണലിലാണ് അൽ അമീൻ ഇരിക്കുന്നത്. ഞങ്ങളൊക്കെ വേറെ ഒരിടത്താണ്. ആ സമയം നസ്തൂറ എന്ന് പേരുള്ള ഒരു പുരോഹിതൻ വന്നുകൊണ്ട് ഞങ്ങളോട് പറയുന്നു, മാ നസല തഹ്ത ഹാദിഹി ശജറ ഇല്ലാ നബിയുൻ, ഈ മരത്തിന്റെ ചുവട്ടിൽ നബിമാരല്ലാതെ വിശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് അൽ അമീൻ എന്തോ പ്രത്യേകതയുള്ള വ്യക്തിത്വമാണ്. മാത്രമല്ല, ഞങ്ങൾ കച്ചവടത്തിന് വേണ്ടി സിറിയയിലെത്തിയപ്പം സുബ്ഹാനല്ലാഹ്, ഉപഭോക്താക്കൾ ഞങ്ങളെ പൊതിയുന്നു. വിൽക്കാൻ ഉദ്ദേശിച്ച വിലയേക്കാൾ അവര് കൂട്ടി പറയുന്നു. സാധാരണ കിട്ടുന്നതിന്റെ 10 മടങ്ങ് ലാഭമാണ് ഈ കച്ചവടത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ അത്ഭുതങ്ങളൊക്കെ കേട്ടതോടെ ഖദീജ ബീവിക്ക് വളരെ സന്തോഷമായി. ഇത് തീർച്ചയായും നേരത്തെ ഞാൻ മനസ്സിൽ കരുതിയ ആള് തന്നെയാണ്. നേരത്തെ പറഞ്ഞുറപ്പിച്ചതിനേക്കാൾ വലിയ സമ്മാനം മുത്തുനബി തങ്ങൾക്കതാ കച്ചവടത്തിന്റെ വകയിൽ ഖദീജ റളിയല്ലാഹു അൻഹ കൊടുക്കുകയാണ്. പിന്നെ അവരെ മനസ്സിൽ ആ ആഗ്രഹം മുട്ടിട്ടു. അതെന്താ? അപരിതം പറഞ്ഞല്ലോ, പറ്റുമെങ്കിൽ നിങ്ങൾ ഇണയായി സ്വീകരിച്ചു. ഇപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിധവയാണ്. നേരത്തെ 1 ഭർത്താക്കന്മാർക്ക് വിവാഹം കഴിച്ചിട്ടുണ്ട്. 5 മക്കൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. 2 ഭർത്താക്കന്മാരും മരിച്ചു. ആദ്യത്തെ ആള് മരിച്ച ശേഷം രണ്ടാമതും അയാളും മരിച്ചു. പിന്നെ ഖദീജ ബീവി തീരുമാനിച്ചു, 5 മക്കളായില്ലേ, ഇനി ആ കുട്ടികളൊക്കെ നോക്കി അവരൊന്ന് വലുതാക്കണം. കച്ചവടം ചെയ്യാൻ ഈ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവര് നടത്തട്ടെ എന്ന് തീരുമാനിച്ചപ്പോഴാണ് ഈ അശരീരിയുടെ ഭർത്തായി അപരിതന്റെ വർത്താനം കേട്ടത്. അതുകൊണ്ട് മഹദിക്കൊരാഗ്രഹം, ഈ അൽ അമീനുമായൊരു വിവാഹമായാൽ എന്താ? പക്ഷെ ഇതെങ്ങനെ ചോദിക്കാൻ ധൈര്യം വരണ്ടേ? കാരണം ഞാൻ ഇതിനു മുമ്പ് 2 ആൾക്ക് വിവാഹം കഴിക്കപ്പെട്ടവരാണ്. മക്കൾ 5 കൂടെ ഉണ്ട്. വയസ്സ് 40. മറ്റതോ മക്കയിലെ ഏറ്റവും വലിയ തറവാട്ടുകാരൻ, ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഉടമ, ഏത് യുവതികളും ആഗ്രഹിക്കുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ. പക്ഷെ എങ്ങനെ ഇത് അവതരിപ്പിക്കണമെന്നറിയില്ല. പണ്ടാരോ പറഞ്ഞതുപോലെ ചോദിച്ചു നോക്കുക, കിട്ടിയാൽ ഒരാന, പോയാൽ ഒരു വാക്ക്. ഏതായാലും നസ്തൂറനെ തന്നെ വിട്ടു അബൂ ത്വാലിബ് തങ്ങളടുത്തേക്ക്. അന്ന് മക്കയിലെ സ്ഥിതി എന്താ? എല്ലാവരും ആഗ്രഹിക്കുക, ഖദീജ ബിബി ഒന്ന് ഭർത്താവായി കിട്ടിയെങ്കിൽ, ഭാര്യയായി കിട്ടിയെങ്കിൽ. പല പ്രമുഖരും വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, ഒരു വിവാഹം ഒന്നുകൂടി നടത്തല്ലേ? എന്താ കാരണം?
അത്ര വലിയ സമ്പന്നയാണ്. ആ സമ്പത്ത് മുഴുവനും അതോടെ ക്രയവിക്രയം ചെയ്യാനുള്ള അധികാരം കിട്ടാനുള്ള ഒരു ഭർത്താവിനെ. അപ്പൊ അതുകൊണ്ട് പൗരപ്രമുഖരായ ധാരാളം ഖുറൈശികൾ ആളെ വിട്ടിട്ടുണ്ട്. അവരൊക്കെ മഹദി തിരസ്കരിച്ചതാണ്. അത് മക്കക്കാർക്ക് നന്നായി അറിയാം. അബൂ ത്വാലിബിന്റെ അടുത്ത് ഈ വാർത്ത കേട്ടപ്പം അദ്ദേഹം അത്ഭുതപ്പെട്ടു. സാമ്പത്തികമായി ഒന്നുമില്ലാത്ത അനാഥനായി വളർന്ന എന്റെ അൽ അമീനുമായൊരു ബന്ധത്തിന് ഖദീജ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇനി അൽ അമീനോടൊന്ന് വിവരം ചോദിക്കാം. സമ്മതമാണെങ്കിൽ ഒരിക്കലും മാറി നിൽക്കേണ്ടതില്ല, അതുമായി മുന്നോട്ട് പോകാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിവരം ചോദിച്ചു. മുത്തുനബി എതിർപ്പ് പറഞ്ഞില്ല. മഹാന്മാര് പറയുന്നത് ഈ മഹദിയെ അല്ലാഹു മുത്തുനബിക്ക് വേണ്ടി കരുതി വെച്ചതാണ്. 40 വയസ്സെത്തിയിട്ടുണ്ടെങ്കിലും മക്കളുടെ മാതാവായിട്ടുണ്ടെങ്കിലും അന്നും 17കാരിയുടെ ചുറുചുറുക്കും ആരോഗ്യവും സൗന്ദര്യവും മഹദിയായ ഖദീജ ബീവിക്കുണ്ടായിരുന്നത് അവരെ പ്രത്യേകതയായിരുന്നു. മാത്രമല്ല മുത്തുനബിക്ക് ഈ ഘട്ടത്തിൽ ആവശ്യം ആരെയാണ്? അത് അല്ലാഹുവിനറിയാമല്ലോ. റസൂലുള്ളാഹിയെ ഇനി ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യമേതാണ്? അന്ത്യപ്രവാചകൻ എന്ന ഉത്തരവാദിത്വമാണ്. അത് കല്ലും മുള്ളും നിറഞ്ഞ പാതയാണ്. അതിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നബിതങ്ങളെ കൂടെ ഉണ്ടാകേണ്ടത് ഒരു മധുര 17കാരിയല്ല, എട്ടും പൊട്ടും തിരിയാത്ത ഒരു ഭാര്യയല്ല, ശക്തമായ പിന്തുണ കൊടുക്കുന്ന പ്രബോധന ഗോതയിൽ ഒപ്പം നിൽക്കാൻ കെൽപ്പുള്ള കരുത്തുറ്റ ഒരു ഭാര്യയായിരിക്കും. കാരണം തിരുനബിക്ക് ഇപ്പോൾ വാപ്പയില്ല, ഉമ്മയില്ല. ഇതും ഭാര്യയുടെ ഡ്യൂട്ടിയും എല്ലാം ഒന്നിച്ച് നിർവഹിക്കാൻ പറ്റിയ ഒരു കൂട്ടാളി വേണം നബിതങ്ങൾക്ക്. ഒരു വാപ്പ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മക്കളെ പിന്നിൽ നിന്നാൽ ആ മക്കൾക്ക് വലിയ ധൈര്യമാണ്. വാപ്പക്ക് പിന്തുണക്കാൻ കഴിയുന്നത് പ്രധാനമായും സാമ്പത്തികമായി സഹകരിച്ചുകൊണ്ടായിരിക്കും. അതിന് പിതാവും സമ്പത്തും ഇവിടെയില്ല. ഖദീജ റളിയല്ലാഹു അൻഹയാണെങ്കിലോ ഒരു പിതാവിനെ പോലെ സമ്പത്ത് നൽകി സഹായിക്കാനുള്ള കരുത്തുള്ള മഹദിയാണ്. രണ്ടാമതായി മുത്തുനബിക്ക് പ്രബോധനത്തിനിറങ്ങുമ്പോൾ സാന്ത്വനം നൽകാൻ കഴിയണം, ധൈര്യം പകർന്നു കൊടുക്കാൻ കഴിയണം. അതിനെപ്പോഴും ഒരു ഉമ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഉമ്മ ധൈര്യം തരും, ഉമ്മ നമ്മളെ സമാധാനിപ്പിക്കും. അതിനാൽ ഒരു ഉമ്മയുടെ പക്വതയുള്ള ആളായിരിക്കണം മുത്തുനബിയുടെ ഭാര്യ. അതോടൊപ്പം തന്നെ ഒരു ഭാര്യയുടെ ധർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ കെൽപ്പുള്ളവരുമായിരിക്കണം. ഈ പറഞ്ഞ എല്ലാ സൽഗുണങ്ങളും മേളിച്ച മഹദിയാണ് സയ്യിദത്തുനാ ബീവി ഖദീജ. അതുകൊണ്ട് തന്നെ പുന്നാര നബിതങ്ങളുടെ ദാമ്പത്യത്തിൽ ആ ഖദീജ ബീവിയിൽ അവിടുന്ന് സമ്പൂർണ്ണ സംതൃപ്തനായിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ 25ാമത്തെ വയസ്സിൽ ആ നിക്കാഹ് നടക്കുന്നു. ഖുറൈശി പ്രമുഖരൊക്കെ വിളിച്ചു ഖദീജ ബീവി, എല്ലാവരെയും ക്ഷണിച്ചു, നല്ല സദ്യ കൊടുത്തു. അബൂ ത്വാലിബ് ഖുതുബയോതി. വിവാഹം നടന്നു. വിവാഹം നടന്നതിന് ശേഷം ഖദീജ അകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, മാന്യന്മാരാരും പോകരുത്, പ്രമുഖരെ ഒക്കെ അവിടെ ഇരുത്തി. ഇനി ഒരു ചടങ്ങ്, പ്രത്യേക ചടങ്ങ് ഇവിടെ നടക്കാനുണ്ട്. അപ്പൊ എല്ലാവരും ആശ്ചര്യപൂർവ്വം ഇങ്ങനെ നിന്നു. നേരത്തെ ഈ പ്രമുഖരൊക്കെ ഈ വിവാഹത്തിൽ ആക്ഷേപം ചൊരിഞ്ഞിരുന്നു. എന്തു പറഞ്ഞിട്ട് അവർ ആക്ഷേപിച്ചത്? ഈ ഖദീജ ഒരു ചില്ലിക്കാശും കയ്യിലില്ലാത്ത ഈ മുഹമ്മദിനെ അല്ലേ ഭർത്താവായി സ്വീകരിച്ചത്. മുഹമ്മദ് ഈ നാട്ടിൽ ഏറ്റവും പരമദരിദ്രനാണ്. അതുകൊണ്ട് ഒരു പണവും കയ്യിലില്ലാത്ത ഒരുത്തനെ ഭർത്താവായി സ്വീകരിക്കേണ്ടി വന്നല്ലോ എന്ന് ആക്ഷേപം ചൊരിഞ്ഞവരാണ് ഈ പ്രമുഖരൊക്കെ. കാരണം അവരൊക്കെ പണക്കാരാ. ആ പണക്കാർക്ക് ഇതിനെ ഭാര്യയായി കിട്ടാത്ത വിഷമാണ് അവരിങ്ങനെ പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അതിനൊരു ചുട്ട മറുപടി കൊടുക്കണം. ഇപ്പോ അതിനു വേണ്ടിയാണ് മഹദി അവരൊക്കെ ഇരുത്തിയത്. എല്ലാവരും എന്താണ് നടക്കാൻ പോകുന്നതെന്ന പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന സമയത്താണ് മഹദി അതാ കുറെ പ്രമാണങ്ങളുമായി വന്ന്, രേഖകളുമായി, ആധാരങ്ങളുമായി വന്ന് അത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഖുറൈശികളെ, നിങ്ങൾ സാക്ഷി, നിങ്ങൾ സാക്ഷി. ഈ
ഈ മക്കയിലെ ഏറ്റവും വലിയ ധനാഢ്യയായ വനിത ഞാനാണെന്ന് നിങ്ങൾക്കറിയാം. ഇന്നത്തെ ദിവസം മുതൽ ആ സമ്പത്തിന്റെ മുഴുവനും ഉടമ നിങ്ങളൊക്കെ ഒന്നും കയ്യിലില്ലാത്തവനെന്ന് ആരോപിച്ച് അധിക്ഷേപിച്ചു പറഞ്ഞ എന്റെ അൽ അമീനാണ് കേട്ടോ, അതിന് നിങ്ങളൊക്കെ സാക്ഷിയാണ് എന്ന് പറഞ്ഞ് സർവ സമ്പത്തിന്റെ രേഖകളും ആ മഹദി ഭർത്താവിന്റെ കയ്യിൽ വെച്ചു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇതിനെ പറ്റിയാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, വവജദക ആയിലം ഫഅഗ്നാ. ഓ പ്രിയപ്പെട്ട നബിയേ, കയ്യിലൊന്നുമില്ലാത്ത പരമദരിദ്രനായി അല്ലാഹു അവിടത്തെ എത്തിച്ചപ്പോൾ ഖദീജ ബീവിയുടെ സമ്പത്തിന്റെ മുഴുവൻ നിയന്ത്രണം അങ്ങയുടെ കയ്യിലെത്തിച്ച് അല്ലാഹു അങ്ങേ സമ്പന്നനാക്കിയില്ല നബിയേ. റബ്ബ് ചെയ്ത അനുഗ്രഹത്തെ നിങ്ങൾ ഓർമ്മിക്കണേ. അങ്ങനെ മുത്തുനബി ഒരൊറ്റ നിമിഷ നേരം കൊണ്ട് മക്കയിലെ വലിയ സമ്പന്നനായി മാറി. എത്രയാണ് ആ അഭിമാനം! അള്ളാഹിന്റെ ഹബീബിന് അന്ന് കൊടുത്ത മഹത്വമാണ്. എന്നാൽ നമ്മൾ ആ ദാമ്പത്യത്തിൽ നിന്ന് ഒരുപാട് പാഠം പഠിക്കണം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു മേൽക്കോയ്മ മുത്തുനബിയോട് കാണിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ നാട്ടിൽ പെണ്ണുങ്ങള് കുറച്ച് മഞ്ഞലോഹമായിട്ട് വന്നാൽ പിന്നെ അവര് ഗർഭത്രയാണ്, അവരാണ് നിയന്ത്രണം മൊത്തം, അല്ലേ? അവരേതെങ്കിലും ഒരു വളയെങ്കിലും ഏതെങ്കിലും ഒരു ഹതഭാഗ്യം എടുത്ത് വിറ്റുപോയാൽ ഉറങ്ങുമ്പം വിളിക്കും, അല്ല ആ വളപ്പം നിങ്ങൾ വാങ്ങിത്തരാ, അല്ലേ? എന്നാൽ ഇത് മുഴുവനും കൊടുത്ത മഹദി മരണം വരെ അതിനെപ്പറ്റി ഒരക്ഷരം പറഞ്ഞില്ല, ചോദിച്ചില്ല. മുത്തുനബിക്ക് അങ്ങ് വിട്ടുകൊടുത്തു. എന്നാൽ അള്ളാന്റെ ഹബീബ് എന്ത് ചെയ്തു? ഈ സമ്പത്ത് മുഴുവനും ഉപയോഗിച്ച് കച്ചവടം പിന്നെയും പരിപോഷിപ്പിച്ച് സമ്പത്ത് ഇരട്ടിക്കരട്ടിക്കാക്കാൻ പരിശ്രമിച്ചോ? ഇല്ല, മുത്തുനബി അതിന് വന്ന നേതാവല്ല. അതുകൊണ്ട് തന്നെ ആ സമ്പത്ത് പിന്നെ ഒരു കച്ചവടം നടത്തി വികസിപ്പിക്കാൻ പോകാതെ ഇല്ലാത്തവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി ആ സമ്പത്ത് മുഴുവനും ചെലവ് ചെയ്യുന്നു. ഇതുകൊണ്ടാണ് അവിടത്തേക്ക് വഹീ കിട്ടി. ആദ്യമായി മഹദിയുടെ ചാരത്തേക്ക് വന്ന സമയത്ത് നബിയെ, അവിടുന്ന് സങ്കടപ്പെടേണ്ടതില്ല. ഇന്നക തഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ. നിങ്ങൾ ഇല്ലാത്തവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന നേതാവാണ്, പാവപ്പെട്ടവരെ സഹായിക്കുന്ന വ്യക്തിത്വമാണ്, കുടുംബബന്ധം പുലർത്തുന്ന മഹാനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും തന്നെ വിഷമിക്കുകയില്ല, അല്ലാഹു നിങ്ങളെ പരാജയപ്പെടുത്തൂല എന്ന് മഹദി പറഞ്ഞു. എന്തുകൊണ്ടാ? മഹദി ഏൽപ്പിച്ച ഈ സമ്പത്ത് മുഴുവനും മുത്തുനബി അള്ളാന്റെ പൊരുത്തത്തിലായിട്ട് ചെലവ് ചെയ്യുമ്പം ഒരു എതിർത്തൊരക്ഷരം പറഞ്ഞിട്ടില്ല. എന്തേ പറയാതിരുന്നത്? മഹദി ഇവിടെ റസൂലുള്ളാഹിനെ ഭർത്താവായി സ്വീകരിച്ചത് ദുനിയാവ് മോഹിച്ചിട്ടല്ല, അത് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് മഹദി. ഇത് അന്ത്യ ദൈവദൂതരാണ്. അതുകൊണ്ട് അവരെ ഇഷ്ടത്തിന് വിടുകയാണ്. നബിതങ്ങളുടെ ഇഷ്ടം, അതിന്റെ അപ്പുറത്തേക്ക് വേറെ ചിന്തയില്ല. ഇതൊക്കെ നുബുവത്തിന്റെ മുമ്പ് തന്നെ മഹദി മനസ്സിലാക്കുകയാണ്. അങ്ങനെ ആ മഹദി അള്ളാന്റെ ഹബീബിന്റെ കൂടെ 25 കൊല്ലം താമസിച്ചു. ഈ കാലത്തിന്റെ ഇടക്ക് മുത്തുനബി വേറെ ഒരു വിവാഹത്തെ കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. അന്നത്തെ മക്കയിലെ നാട്ടു നടപ്പനുസരിച്ച് 10ലേറെ ഭാര്യമാരെ ഒക്കെ ഒന്നിച്ചു പുലർത്തുന്നവരാ കാലഘട്ടത്തിലുണ്ടായിട്ടും മുത്തുനബി ഖദീജ ബീവിയെ അല്ലാതെ വേറൊരു ഇണയെ കുറിച്ച് അന്നത്തെ കാലത്ത് ചിന്തിച്ചിട്ടില്ല എന്ന് നമുക്ക് ബോധ്യമാകുന്നുണ്ടെങ്കിൽ എത്രമാത്രം ഊഷ്മളമായിരുന്നു ആ ബന്ധമെന്ന് നമുക്കറിയില്ലേ? അല്ലാഹു നമ്മുടെയും ഇണകളുടെയും ഇടയിൽ ഇതുപോലെ യോജിപ്പും ഐക്യവും നിലനിർത്തി തരുമാറാകട്ടെ. ഖദീജ ബീവി ഇതൊക്കെ ദീനു വേണ്ടി ചെയ്തല്ലോ എന്നതുപോലെ നിങ്ങളടുത്തേക്കും നമ്മളെ സംഘാടകര് വരും. അപ്പൊ എല്ലാവരും നന്നായി സഹായിക്കണം. അല്ലാഹു നമ്മളെ സമ്പത്തിൽ ബറക്കത്ത് വർദ്ധിപ്പിക്കുമാറാകട്ടെ, സഹോദരിമാരെ ഭാഗത്ത് പ്രത്യേകിച്ച്. അപ്പോ ഖദീജ റളിയല്ലാഹു അൻഹയും മുത്തുനബിയും തമ്മിലുള്ള അടുപ്പം എത്രമാത്രമായിരുന്നു എന്നറിയാൻ ആ മഹദി വഫാത്തായതിനു ശേഷം
തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു. ഇമാം ബുഖാരി സ്വഹീഹ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മാ ഗിർതു അലാ അഹദിൻ മിൻ നിസാഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഗിർതു അലാ ഖദീജ. മുത്തുനബിയുടെ ഭാര്യമാരിൽ നിന്ന് ഖദീജ ബീവിയോടുള്ള അത്ര മാനസികമായ ഒരു പൊരുത്തക്കേട് വേറൊരു ഭാര്യയോടും എനിക്കുണ്ടായിരുന്നില്ല. വമാ റഅയ്തുഹാ, ഞാനാകട്ടെ ആ ഖദീജ ബീവിയായിട്ട് കണ്ടിട്ടുമില്ല. ഇത് നമ്മൾ കരുതുന്നത് പോലെയുള്ള എന്തെങ്കിലും വിദ്വേഷവും പകയൊന്നുമല്ല. ഒന്നിലേറെ ഭാര്യമാരും ഒരു ഭർത്താവിനുണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചക്കോളത്തി പോരും നമ്മളെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാലുണ്ടാവും. അങ്ങനത്തെ ഒരു വിഷമം അത് ഏറ്റവും കൂടുതൽ ആരോടാ എനിക്ക് തോന്നിയത്? ഖദീജ ബീവിയോടാ. ഈ ഖദീജ ബീവിനെ നമ്മൾ കണ്ടോണോ അല്ലേ? നമ്മൾ വരുന്നതിന് മുമ്പ് പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരാളോട് എന്തിനാ പിന്നെ വെറുപ്പ്? അതിന്റെ കാരണം വകാനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുക്സിറു ദിക്റഹാ, അല്ലാഹുവിന്റെ ഹബീബ് എപ്പോൾ നോക്കിയാലും ഖദീജ ബീവിയുടെ മദ്ഹ് ഇങ്ങനെ പറയും, അവിടത്തെ ഇങ്ങനെ പുകഴ്ത്തി പറയും. അതും ആരോട്? മറ്റ് ഭാര്യമാരോട്. അതാർക്കും ഇഷ്ടപ്പെടൂലല്ലോ. ഒരു ഭാര്യന്റെ മദ്ഹ്, മരിച്ചുപോയ ഭാര്യന്റെ മദ്ഹ് ഇങ്ങനെ പറയാ, എന്നാ പറഞ്ഞു മതിയാക്കണ്ടേ? പലപ്പോഴും ആടുകളെ വാങ്ങി അറുക്കും, അവകളെ കഷ്ണിക്കും. ഖദീജ ബീവിയുടെ കൂട്ടുകാരികളെ തോടിമാരുടെ വീട്ടിലേക്ക് അതിനെ കൊടുത്തയക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തപ്പം ഫറുബ്ബമാ ഖുൽതു, പലപ്പോഴും ഞാൻ ചോദിച്ചു പോയി, അല്ല നബിയെ, നിങ്ങൾ ഈ മദ്ഹ് പറയലും ഈ അർത്ഥം കൊടുക്കലും ഒക്കെ കണ്ടാൽ തോന്നുമല്ലോ ഞങ്ങളാരും നിങ്ങളെ ഭാര്യമാരല്ലേ? നിങ്ങൾക്കാകെ ഈ ഖദീജ മാത്രമേ ഭാര്യയായിട്ടുള്ളൂ? ആ സമയത്ത് മുത്തുനബി എന്നോട് പറയും, ആയിഷ, ആരായിരുന്നു ഖദീജ നിനക്കറിയാമോ? എന്റെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും എന്നെ തിരസ്കരിച്ചപ്പോൾ എന്നെ സ്വീകരിച്ച മഹദിയാണ്. ഒരു തുള്ളി ആഹാരവും ഭക്ഷണവും തരാതെ എന്നെ ഉപരോധിച്ചപ്പോൾ ശരീരവും സമ്പത്തും സമർപ്പിച്ച് എന്റെ കൂടെ നിന്നവരാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് മഹാൻ പറഞ്ഞു അവസാനം പറഞ്ഞു, ഇനി വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് ഭാര്യമാരിലൂടെ മക്കളുണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ ഖദീജ മാത്രമേ എനിക്ക് വേണ്ടി പ്രസവിച്ചിട്ടുള്ളൂ. ഇത്ര സമ്പത്ത് ദീനുൽ ഇസ്ലാമിന് ഉപകാരപ്പെട്ട വേറൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാ സ്വത്തും ദീനിനു വേണ്ടി ചെലവ് ചെയ്ത് അവസാനം വഫാത്താകുന്ന സമയത്ത് ആ മഹദിയുടെ ശരീരം മുഴുവനും പുതക്കാൻ പറ്റിയ ഒരു പുതപ്പ് പോലും, കഫം പുടവ് പോലും അവിടുന്ന് ബാക്കി വെച്ചിട്ടില്ല. മുഴുവൻ ദീനിന് സമർപ്പിച്ച മഹദിയാണ്. അതുകൊണ്ടാണ് ഞാൻ അവരെ കുറിച്ച് ഇങ്ങനെ പറയുന്നതും ചെയ്യുന്നതും. ഇതിൽ നിന്ന് നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. ദീനിന് വേണ്ടി ത്യാഗോജ്വലമായ ജീവിതം സമർപ്പിച്ച മഹാന്മാർ അവര് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാൽ മരണാനന്തരം എങ്ങനെയാണ് മഹാന്മാരെ അനുസ്മരിക്കേണ്ടത് എന്നതിന്റെ പ്രായോഗിക പാഠം മുത്തുനബി നമുക്ക് തരികയാണ്. അതാണ് ദീനിനു വേണ്ടി അധ്വാനിച്ച മഹാന്മാരായ ബദർ ശുഹദാക്കള്. അവരെ നമുക്ക് മറക്കാൻ പറ്റൂല. അവരെത്രയാണ് ത്യാഗം സഹിച്ചത്. അതിന് നമ്മൾ അവരെ എങ്ങനെ അനുസ്മരിക്കുന്നു മുസ്ലിമീങ്ങൾ? അവരെ ഓർത്തുകൊണ്ട് പ്രത്യേകം അവരെ മദ്ഹ് പറയുന്നു. അത് അവര് ആ ത്യാഗത്തിന് സന്നദ്ധമായ റമദാനിന്റെ 17 മാത്രമല്ല, ഗൃഹപ്രവേശനത്തിൽ നമ്മൾ ബദരീങ്ങളുടെ മൗലിദ് ഓതുന്നു, കല്യാണ വീട്ടിൽ അവരെ മൗലിദ് ഓതുന്നു, എല്ലാ സമയത്തും നമ്മൾ അവരെ മദ്ഹ് പറയുന്നു, അവരെ പേരിൽ നമ്മൾ അന്നദാനം വിതരണം ചെയ്യുന്നു. ഇത് മുത്തുനബി ദീനിനു വേണ്ടി ത്യാഗം ചെയ്തവരെ മരണാനന്തരം അനുസ്മരിക്കേണ്ടതിന്റെ പാഠമായി ഖദീജ ബീവിയിലൂടെ നമ്മളെ പഠിപ്പിച്ചതാണ്. നമ്മളെ പൂർവീകരി കൈമാറി വന്ന പാരമ്പര്യം. ഇത് പ്രമാണങ്ങളില്ലാതെ എവിടെന്നെങ്കിലും കടന്നുകൂടിയ ബിദ്അത്തല്ല, അത് മുത്തുനബിയുടെ തിരുചര്യയാണ്. അത്ര വലിയ ഊഷ്മളമായ ബന്ധം ആ ദാമ്പത്യത്തിൽ ഉണ്ടായിരുന്നു. മരിച്ചതിന് ശേഷവും മറക്കാത്ത ബന്ധമായിരുന്നു. അങ്ങനെ മുത്തുനബി ആ മഹദിയോടൊപ്പമുള്ള ജീവിതം തുടങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹദിയിലൂടെ മുത്തുനബിക്ക് 6 മക്കളുണ്ടായി.
6 മക്കളിൽ ആൺമക്കളൊക്കെ കുട്ടിക്കാലത്ത് മരിക്കുകയാണ്.